ഹലോ. അപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കായിട്ട് ആദ്യം ഞാനൊരു 4 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. അതിലേക്കൊരു മീഡിയം സൈസ് സവാള കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഞാനിവിടെ ഒരു ഏകദേശം വലിയ ഒരു 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഇതാണ്. ഇത് ഏകദേശം ഒരു അരക്കപ്പോളം എല്ലാ വെജിറ്റബിളും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും. ഇതിലേക്ക് ഏകദേശം ഞാനൊരു 3/4 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം 3 ഗ്ലാസ് ഉണ്ട്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബിരിയാണി മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി കുക്കറിലായതുകൊണ്ട് ഒരു 2 വിസിലടിച്ചപ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈസി ഒരു ബീഫ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു 1.5 സവാള, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടികൾ, മസാലപ്പൊടികൾ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ എരിവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കബ്സ മസാലപ്പൊടിയാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. ഇനി വേവിച്ച് വെച്ച ബീഫാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫാണ്. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ഏകദേശം ഒരു 3/4 കിലോ ബിരിയാണി അരി ഉണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെയാണ്. ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.